ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. മനുഷ്യൻ എന്ത് തരുമ്പോഴും അളന്നാണ് നൽകുന്നത്. എന്നാൽ ദൈവം അളക്കാതെ നൽകും. അനുഗ്രഹമായിരിക്കുന്ന സാഹചര്യത്തിലാകണമെന്നില്ല നാം വളരുന്നത്. ജീവിതത്തിൽ നിങ്ങൾക്കെതിരെ പൊങ്ങുന്ന തിരമാലകൾ നിങ്ങളുടെ അവസാനമല്ല. ആ തിരമാലകൾ നിങ്ങളെ പൊക്കുകയാണ്. ആ കൊടുങ്കാറ്റുകൾ നിങ്ങളെ ഉയർത്തുകയാണ്. വേറെ ആർക്കുമില്ലാത്ത കഷ്ടങ്ങൾ, ശോധനകൾ, പ്രശ്നങ്ങൾ നിനക്കുണ്ടെങ്കിൽ നിന്നെ തഴച്ചു വളരാൻ ദൈവം ആ പ്രതിസന്ധികൾ ഒരുക്കിയതാണ്. നിറഞ്ഞിരിക്കുന്ന അടഞ്ഞിരിക്കുന്ന പാത്രങ്ങളെയല്ല ദൈവം ഉപയോഗിക്കുന്നത്, ഉടഞ്ഞ പാത്രങ്ങളെയാണ്. പഴയ നിയമ ചരിത്രത്തിൽ യാക്കോബ് തൻ്റെ ഭവനത്തിൽ ഒരു കുടുംബയോഗം നടത്തി. അതിൽ തൻ്റെ 12 മക്കളെ വിളിച്ചു വരുത്തി. വൃദ്ധനായ യാക്കോബ് താൻ മരിക്കുന്നതിന് മുൻപ് തൻ്റെ തലമുറയെ അനുഗ്രഹിക്കുവാൻ പോവുകയാണ്. മൂത്തവനായ രൂബേൻ മുതൽ എല്ലാവരെയും അനുഗ്രഹിക്കുകയാണ്. അങ്ങനെ ലേവിയുടെ ഊഴം വന്നു. അവൻ അപ്പൻ്റെ മുൻപിൽ മുട്ടുമടക്കി. എന്നാൽ ഏതു ശബ്ദത്തിലാണോ യാക്കോബ് തൻ്റെ മക്കളെ അനുഗ്രഹിച്ചത്, അതേ ശക്തിയിലും ശബ്ദത്തിലും യാക്കോബ് ലേവിയെ ശപിച്ചു. അപ്പൻ്റെ മുൻപിൽ ശപിക്കപ്പെട്ട മകൻ. എന്നാൽ സാക്ഷ്യകൂടാരത്തിൻ്റെ മുൻപിൽ മോശയുടെ കൽപ്പന അനുസരിച്ച് ഓരോ ഗോത്രങ്ങളും ഓരോ വടി വീതം മോശയെ ഏൽപ്പിച്ചു. മോശ അത് സാക്ഷ്യകൂടാരത്തിൽ വെച്ചു. പിറ്റേന്ന് നോക്കുമ്പോൾ കണ്ടത് ലേവ്യ ഗോത്രത്തിലെ അഹറോൻ്റെ വടി കിളിർത്ത് പൂത്ത് ബദാം കായ്ച്ചിരിക്കുന്നതാണ്. അപ്പൻ ശപിച്ച തലമുറ ദൈവമുമ്പാകെ നീതീകരിക്കപ്പെട്ടു. മനുഷ്യൻ നിങ്ങളെ തള്ളുമ്പോൾ ദൈവം നിങ്ങളെ തിരഞ്ഞെടുക്കുന്നു. ഇതുവരെയും ആരിലൂടെയും നടന്നിട്ടില്ലാത്ത ചില പ്രവൃത്തി ദൈവം നിന്നിൽ ചെയ്യാൻ പോകുന്നു. യെശയ്യാവ് 42:3. ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയില്ല, പുകയുന്ന തിരി കെടുത്തിക്കളയില്ല. അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.